ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നിന്റെ പെൺബുദ്ധിയാണ് ഇതിപ്പോഴും കയ്യിലിരിക്കാനുള്ള കാരണം, അറിയാലോ. എനിക്കിത് ദൈവം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതുപോലെ അങ്കിളെ ഇപ്പോഴും തോന്നുന്നത്. പെൺബുദ്ധി 2 തവണ പിഴച്ചു പോയത് അങ്കിളെ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഭാഗ്യം, ഇല്ലെങ്കിൽ കാണായിരുന്നു. അത് ശരി അങ്കിളെ, എനിക്കിതൊന്നും ഒളിപ്പിച്ച ശീലമില്ലല്ലോ, രഘുവേട്ടനും ഇല്ല. ഞങ്ങൾക്ക് ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏക കാരണം ചീരു തന്നെ. ഏതായാലും ഇതിപ്പോ എന്റെ കയ്യിൽ എത്തിയ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. കമ്പനി എന്തായാലും ഓണത്തിന് ശേഷമല്ലേ രജിസ്റ്റർ ചെയ്യുള്ളൂ. അതെങ്കിലേ, പക്ഷേ അതിനുമുമ്പ് അങ്കിള് പറഞ്ഞ പോലെ ആദ്യം ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് അതിനൊരു ഉറപ്പ് വരുത്തണം. അതുപോലെ അങ്കിളെ, എനിക്ക് പേഴ്സണലായിട്ടൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. റിക്വസ്റ്റോ? എന്താ? ഇത്തവണത്തെ ഓണാഘോഷേ എന്റെ അമ്പിളിയുടെയും വകയായി പഞ്ചരത്നത്തെ ആഘോഷിക്കണമെന്നുണ്ട്. രഘുവേട്ടന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പഞ്ചരത്നത്തിൽ നടന്നിരുന്ന എല്ലാ ആഘോഷങ്ങളുടെയും ചെലവെല്ലാം വഹിച്ചിരുന്നത് അച്ഛനാ. അതും മാത്രമല്ല അങ്കിളെ, എല്ലാരും തരുന്ന സമ്മാനങ്ങൾ വാങ്ങാനല്ലാതെ തിരിച്ച സമ്മാനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല. എന്നുവെച്ച് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ല അങ്കിളെ. രഘുവേട്ടന്റെ വീടും എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം ഒക്കെ വിറ്റത് കടമകൾ ചെയ്യാൻ വേണ്ടിയാ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ പോണേ. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓണം ആഘോഷിക്കാൻ പണം വേണം. അതെങ്കിലേ, ഗാർമെന്റ്സിന് അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഓണം ആഘോഷിക്കാനുമായിട്ട് അങ്കിൾ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. ഓക്കെ, നാളെ തന്നെ ഇതിന്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ ക്യാഷ് അപ്പൊ തന്നെ കിട്ടും. ഇനിയിപ്പോ അഥവാ വൈകിയാലും ഞാൻ നോക്കട്ടെ. 5 ലക്ഷത്തിന്റെ കാര്യമല്ലേ, അത് നമുക്ക് റെഡിയാക്കാം. ഞാൻ തരാം. അപ്പോ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കുമല്ലേ രഘുവേട്ടാ? പിന്നല്ലാതെ. നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് ഫ്രണ്ട്സ്. ഈ ഫീൽഡിൽ നിങ്ങളെക്കാൾ സീനിയറാണ് ഞാൻ. ബോസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തൻ. അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ നീ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് ബോസ് അറിഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഈ അവസ്ഥയിൽ ജയിലിൽ പോയി കിടക്കണം. ബോസ് ഒന്ന് മനസ്സ് വെച്ചാ എനിക്കിതീ നൂരിപ്പാം. ഇന്ന് വരെ ആരുടെയും പേര് ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. ആ ഗോൾഡ് ബാർ പുറത്തേക്ക് എറിഞ്ഞത് അതെങ്കിലും ബോസിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നിട്ടും ബോസ് എന്നെ കൈവിട്ട് കളഞ്ഞു. വിശ്വസ്തരെ ബോസ് ഒരിക്കലും കൈവിടില്ല. രഘുവിനെ ബോസ് വെറുതെ വിടാൻ പറഞ്ഞത് നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ? അത്രയെങ്കിലും അദ്ദേഹം ചെയ്തല്ലോ. ഭാഗ്യം. ഒരു നിരപരാധിയെ ക്രൂശിക്കുന്നത് എന്തിനാ? ഇപ്പൊ ബോസ് നിങ്ങളെ എന്റെ അടുത്തേക്ക് അയച്ചത് എന്റെ കഴിവുകേട്ടിന് എന്നെ ശിക്ഷിക്കാനാണോ? ആ ഗോൾഡ് നഷ്ടപ്പെട്ടതിൽ പല സംശയങ്ങളും ബോസിനുണ്ട്. ഒരു സ്ഥിരം ഡ്രൈവറെയും സ്ഥിരം ടാക്സിയും ഇതിനായി ഉപയോഗിച്ചിരുന്ന നീ ആദ്യമായി ഒരു ഓൺലൈൻ ടാക്സി വിളിച്ചതും പോലീസിന് കൃത്യമായ ഇൻഫർമേഷൻ ചോർന്ന് കിട്ടിയതും ഇതിലൊന്നും ഒരു വ്യക്തമായ ഉത്തരം ബോസിന് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും എന്നെ തന്നെ ഒറ്റിക്കൊടുക്കില്ലല്ലോ. 4-5 വർഷത്തിനിടയിൽ ബോസിന് കോടികളുടെ ലാഭം ഉണ്ടായി കൊടുത്തവനെ ഞാൻ. ഇത് മാത്രമാണ് എനിക്ക് ആകെ പറ്റിയ കൈപ്പഴ. ഇത് ബോസിന് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊന്നുകളയട്ടെ. എനിക്കിനി ഒരു ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല മരിക്കുന്നത് തന്നെയാണ്. അധികം വേദനിപ്പിക്കാതെ കൊന്നു തരണമെന്ന് മാത്രം. കൊല്ലാൻ പറഞ്ഞില്ല. ബോസിന്റെ പേര് എവിടെയും പറയരുത്, അത്രേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി കൊന്നാലും പറയില്ല. അത് മതി. ജാമ്യം ലഭിക്കാൻ ബോസിന്റെ സഹായം ഉണ്ടാവും. അതുപോലെ എന്റെ നന്ദി അറിയിക്കണം. ശരി, പോവാം. നീ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാൻ രഘു? എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. മഞ്ചാടി ഇന്നിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഞാൻ അവളെ ഇങ്ങോട്ട് അങ്ങോട്ട് വന്നോളാം. ദാസിനെ നീ ക്ഷണിച്ചു കാണുമല്ലോ അല്ലേ? ശരി ശരി, ആയിക്കോട്ടെ.
ആ രഘുവ, പഞ്ചരത്നത്തിലെ ഇത്തവണത്തെ ഓണം രഘുവിന്റെ ചെലവിൽ തന്നെ ആഘോഷിക്കണമെന്ന് അവനൊരു മോഹം. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നതിന്റെ ഒരു സന്തോഷാന്ന് തോന്നുന്നു. ബിസിനസ് തുടങ്ങുന്നത് ദാസങ്ങളുടെ സഹായത്തോടെ അല്ലേ അച്ഛാ? അപ്പൊ പിന്നെ ഓണം ആഘോഷിക്കാനുള്ള പൈസ കൂടി ദാസങ്ങൾ കൊടുക്കുവോ? കൊടുക്കുമായിരിക്കും, അല്ലാതെ രഘുവിന്റെ കയ്യിൽ എവിടുന്ന കാശ്? അവിടുത്തെ ക്ലബ്ബുകാരുടെ ഓണാഘോഷം കൂടി അവൻ തന്നെ സ്പോൺസർ ചെയ്യാൻ പോകുന്നു പറയുന്നത് കേട്ടത്. അപ്പോ ഇത്തവണ പഞ്ചരത്നത്തിൽ ഒരു അടിപൊളി ഓണമായിരിക്കുമല്ലോ മാഷേ. ആ അതെ അതെ, ഭാനുവും എന്തായാലും ഞങ്ങളോടൊപ്പം തന്നെ പറഞ്ഞോട്ടോ. ഓ ശരി. കുടുംബക്കാരെ മുഴുവൻ വിളിക്കണമെന്നാ രഘു പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറ്റിയ ഇന്ദ്രനെ കൂടി വിളിക്കണമെന്നാ രഘു പറഞ്ഞത്. എന്താ അതിൽ നിന്റെ അഭിപ്രായം? അച്ഛാ, ഇന്ദ്രേട്ടനെ ഒരു കാര്യത്തിനും വിളിക്കേണ്ടെന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ കഴിഞ്ഞ ദിവസം ആ സ്ത്രീ വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തിയ ശേഷം അവരോടുള്ള വാശിക്ക് ഇത്തവണത്തെ ഓണത്തിന് ഇന്ദ്രേട്ടനെ വിളിച്ചാലോ എന്ന് വിചാരിക്കാ ഞാൻ. എന്തായാലും അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞേക്കെ. വരുന്നെങ്കി വരട്ടെ. ദേ പറഞ്ഞ് നാവെടുത്തപ്പോഴത്തേക്ക് ഇന്ദ്രൻ വന്നല്ലോ. അവനെ ഒരു കാര്യത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല മാഷേ. വാ. ഞാൻ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി നടന്നു വരുമ്പോ ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് വരുന്ന കണ്ടു. അതുകൊണ്ട് ഇത്രയും ദൂരം നടക്കേണ്ടി വന്നില്ല. അകത്തോട്ടേറിയിരിക്കന്ദ്ര. അച്ഛാ, ഇന്ദ്രേട്ടൻ വീട്ടിലേക്ക് ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി പോവുമായിരിക്കും. അതിനിടയില് ഓണത്തിനുള്ള ഡ്രസ്സ് തന്നെയാ, പക്ഷേ വീട്ടിലേക്കല്ല, ഇവിടെ തരാൻ വേണ്ടി വാങ്ങിയതാ. നിങ്ങളെല്ലാവരും തിരുവോണത്തിന് പഞ്ചരത്നത്തിലേക്ക് പോകുന്നറിയാം. അതിനു മുമ്പ് ഇതിവിടെ ഏൽപ്പിക്കാന്ന് കരുതി വന്നതാ. ഇത് അച്ഛന്. എല്ലാ ഓണത്തിനും വിഷുവിനും ഞാൻ തരുന്നതല്ലേ അച്ഛാ, ഇത് വാങ്ങിക്കും മാഷേ. ഇന്ദ്ര വാങ്ങാൻ മടിച്ചിട്ടൊന്നുമല്ല മോനെ. അതുപോലെ തന്നെ ഇത് പഞ്ചരത്നം വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പഞ്ചരത്നത്തിൽ ഇത്തവണ രഘുവിന്റെ വകയാ ഓണാഘോഷമൊക്കെ. തിരുവോണത്തിന് അവൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ എന്തായാലും വരണം. വരാ അച്ഛാ, എന്തായാലും വരാം. ഇതച്ഛൻ വാങ്ങിക്കേ, ഈ വീട്ടിലെ ആദ്യത്തെ ഓണമല്ലേ.